മലയാളിക്ക് നർമ്മത്തിന്റെ സ്വർഗം സമ്മാനിച്ച നടൻ സലിംകുമാർ ഇനി ചിരിയോർമ്മ. അനശ്വര കലാകാരന് കേരളം അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്വവസതിയായ ലാഫിംഗ് വില്ലയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും സിനിമാ രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ സംസ്കാര ചടങ്ങിനെത്തി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, അങ്ങനെ ഒരു മഹാനടൻ കൂടി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഒരു 100 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള ചിരി ഓർമ്മകളൊക്കെ നമുക്ക് സമ്മാനിച്ചാണ് സലിംകുമാർ എന്ന മഹാനടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്, ഓർമ്മയായിരിക്കുന്നത്. അനുശ്രീ പറഞ്ഞത് ശരിയാണ്. കാലാതീതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, സിനിമകൾ, അദ്ദേഹത്തിൻ്റെ നർമ്മങ്ങളൊക്കെ കാലാതീതമായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം ഓർത്തിരിക്കാൻ പാകത്തിനുള്ള നർമ്മമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രവും മുന്നോട്ട് വെച്ചത്. സമൂഹത്തിനോട് അദ്ദേഹം സംവദിച്ചത് അങ്ങനെയായിരുന്നു. എന്തായാലും ലാഫിംഗ് വില്ല ചിരിമാഞ്ഞു നിൽക്കുകയാണ്. ഹാസ്യനടൻ എന്നുള്ള ചാർത്തൽ അദ്ദേഹത്തിന് എത്രത്തോളം യോജിക്കുന്നതാണെന്ന് കൂടി അതിൻ്റെ ഒപ്പം കൂടി തന്നെ അദ്ദേഹം സീരിയസ് കഥാപാത്രങ്ങളുടെയും അധിപനായിരുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും. നമുക്കറിയാം, ഹാസ്യനടൻ എന്ന് പറയുമ്പോൾ തന്നെ 2000 മുതൽ ഉള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടതാണ്. അതായത് മകനാപ്പു, അതുപോലെ അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവൽ, ആ വെള്ളിത്തിരയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ വേദന മുഴുവൻ അത്തരത്തിൽ ഒരു മഹാനടൻ എന്നല്ലാതെ സലിംകുമാറിനെ അടയാളപ്പെടുത്തുക അസാധ്യമാണ്. അത്തരത്തിൽ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം കടന്നു പോകുന്ന അത്തരത്തിൽ കാലാതീതമായിട്ടുള്ള ഒരു അഭിനയ സബരിയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് അങ്ങനെയാണ് ആ മഹാനടനെ ഇനി അടയാളപ്പെടുത്തുന്നത്. ലാഫിംഗ് ചിരിമാഞ്ഞു, ആ ചിരിമാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പിന്നിലായിട്ട് ദൃശ്യങ്ങളിൽ കാണുന്ന ചിത മക്കളായ ആരോമലും ചന്ദവും ചേർന്ന് കൊളുത്തുകയായിരുന്നു. മതാചാര ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മതാചാര ചടങ്ങുകൾ ഒന്നും നടത്തിയിരുന്നില്ല. സലീം എന്നുള്ള പേര് പോലും അദ്ദേഹത്തിൻ്റെ മതം അറിയരുത് എന്ന നിർബന്ധപൂർവ്വം അച്ഛനിട്ടതാണെന്ന് അദ്ദേഹം നമ്മളോട് പലതവണ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം യാത്രയാവുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് നടൻ സലിംകുമാറിനെ സംസ്കരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എത്തിയിരുന്നു, കെ.സി. വേണുഗോപാൽ എത്തിയിരുന്നു, മറ്റ് MP-മാർ, MLA-മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതൃനിരയിലുള്ളവരൊക്കെ ഇന്ന് പറവൂരുണ്ടായിരുന്നു. പറവൂരിലെ EVTയും പറവൂർ ടൗൺ ഹാളിൽ നടത്തിയിരുന്ന പൊതുദർശനത്തിലുമൊക്കെ അവർ പങ്കെടുത്തിരുന്നു. എന്തായാലും നമുക്ക് അറിയാം, എരിഞ്ഞമരുകയാണ്. പടിഞ്ഞാറേക്ക് തൻ്റെ ആയുസ്സിൻ്റെ സൂര്യൻ പടിഞ്ഞാറേക്ക് എത്തിത്തുടങ്ങിയിരുന്നു എന്ന് ഒരു പിറന്നാൾ കുറിപ്പിൽ, 1 വർഷം മുൻപുള്ള പിറന്നാൾ കുറിപ്പിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നപ്പോൾ അത് ഒരുപക്ഷേ മരണത്തെ അദ്ദേഹം മുഖാമുഖം കണ്ടിരുന്നിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ കാലം കഴിയാറായി എന്ന് അദ്ദേഹം അനുമാനിച്ചിരിക്കാം. എന്തായാലും അദ്ദേഹം യാത്രയാവുകയാണ്. ചിരിയുടെ സാമ്രാട്ട് സലിംകുമാറിനോളം സലിംകുമാർ എന്നുള്ള ഒരു ഇക്വേഷൻ ബാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം യാത്രയാവുകയാണ്. എക്കാലത്തേക്കും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം വെച്ചുപോയ കഥാപാത്രങ്ങൾ, വെച്ചുപോയിട്ടുള്ള അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തികൾ. അദ്ദേഹം നമുക്കറിയാം നിലപാട് എന്തായിരുന്നു എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞ കലാകാരന്മാർ സാധാരണ രാഷ്ട്രീയം വെളിപ്പെടുത്താറില്ല, അല്ലെങ്കിൽ നിലപാടുകളിൽ അത്തരത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക കലാകാരനെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. അത് ഏറ്റെടുത്ത് തൻ്റെ നിലപാടെന്താണ്, താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ്റെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പറവൂരിൽ നടന്നിട്ടുള്ള വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തത് സലിംകുമാറായിരുന്നു. അദ്ദേഹം അവിടെ തന്നെ രാഷ്ട്രീയ അത്തരത്തിൽ തന്നെ അതിനെയെല്ലാം ഹാസ്യമായി തന്നെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഈ തന്നെയല്ല, അസ്ഥി പുഴയിൽ ഒഴുക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ വേണ്ട എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. കോൺഗ്രസിൻ്റെ പതാക പൊട്ടിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്കെടുത്തത്. മക്കളായ ചന്തുവും ആരോമലുമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ സലിംകുമാറിനെ ഓർമ്മിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാനായിരുന്നു പറവൂരിലെ ടൗൺ ഹാളിലേക്കും ഇപ്പോൾ ലാഫിംഗ് വില്ല എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ വീട്ടിലേക്കും സംസ്കാര ചടങ്ങിന് ശേഷമുള്ള ജനങ്ങളുമായിരുന്നു. നമുക്ക് 9:30 മുതൽ തുടങ്ങിയ പൊതു ദർശനം അത് 12 മണിയായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ 2:30 ആയിട്ടും കഴിഞ്ഞിട്ടിരുന്നില്ല. കാരണം അത്രയും ആളുകൾ
അവിടേക്ക് വന്നുകൊണ്ടേയിരുന്നു. വലിയ നിര തന്നെയായിരുന്നു സലീംകുമാർ എന്ന് പറയുന്ന മഹാനടനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയത്. അതുപോലെ അദ്ദേഹം പണിത ഈ വീട്, ലാഹിം വില്ല എന്ന് പറയുന്ന ഈ വീട്ടിലേക്ക് എത്തിയ ആളുകളും അനവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഇവിടുന്ന് ആളുകൾ പോയിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ അദ്ദേഹത്തിന് ചിതയണയിൽ നിന്നും കാത്ത ആളുകൾ നിൽപ്പുണ്ട്. അവിടെയും ഇവിടെയുമൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു ജനസമൃദ്ധി ആയിരുന്നില്ല മുൻപുണ്ടായിരുന്നത്. ഈ വീട് ഉറങ്ങുകയാണ്. ഇവിടുത്തെ ചിരി മാഞ്ഞിരിക്കുകയാണ്. ലാഹിം വില്ല എന്ന് പറയുന്ന ഈ വീടിൻ്റെ ചിരി മാഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആളുകൾ അപ്പോഴും ഇപ്പോഴും ബന്ധുക്കളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ അദ്ദേഹത്തോട് അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. ഒരുപാട് അദ്ദേഹം സ്വന്തമെന്ന് കരുതിയിരുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് മാത്രം വീർപ്പുമുട്ടിച്ചിരുന്ന കുറേ ആളുകൾ, അവരൊക്കെ ഇപ്പോഴും ഈ വീടിൻ്റെ പല കോണുകളിലായി നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാം, ലാഹിം വില്ല എന്ന് പറയുന്ന ആ വീട് കാണാം. ആ വീട്ടിൽ ഇപ്പോഴും ആളുകൾ വന്നും പോയി ഇരിക്കുന്നത് കാണാം. ചന്തുവിനെയും ആരോപനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ. അവരുടെ ആ വിയോഗം അവരെ സംബന്ധിച്ച് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ്. നമുക്ക് തന്നെ, അതായത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അത്ര വലിയ വേദന സമ്മാനിച്ചു പോയ അദ്ദേഹം ആ വേദന സമ്മാനിച്ചാണ് അദ്ദേഹം കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തതയോളം നിലനിൽക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ, ഓർമ്മകൾ, ധർമ്മമാകട്ടെ, അതിൻ്റെ സീരിയസ് കഥാപാത്രങ്ങളാകട്ടെ, തനിക്ക് എല്ലാം വഴങ്ങും. വ്യത്യസ്തമായ കഥാപാത്രങ്ങളെല്ലാം തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അരങ്ങിൽ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു സിനിമ മേഖലയിൽ തന്നെ അദ്ദേഹം ഹാസ്യ നടൻ എന്നുള്ള ആ ടാഗ് ലൈൻ തനിക്ക് ചേരുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വേഷങ്ങളും തനിക്ക് ചേരുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്തരം വെള്ളിത്തിരയിൽ അത്തരം വിസ്മയം തീർപ്പിച്ചുകൊണ്ടാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.